ഇന്ന് 69,000 പേര് എല്ലാ പ്രാവശ്യം A+ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ പറ്റാത്ത കുട്ടികൾ വരെ അതിനകത്ത്. സംസ്ഥാനത്ത് 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തെ വിമർശിച്ചത് മറ്റാരുമല്ല, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ A. ഷാനവാസ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ മാർക്ക് വാരിക്കോരി നൽകി വിജയിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ നിലവാരത്തെ ബാധിച്ചതായ തുറന്നു പറച്ചിൽ. ഇതേക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നിലവാരം ഉയർത്തുന്നതിന് മെയ് മാസത്തിൽ SCERT വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. 10ാം ക്ലാസ് വിജയിക്കാൻ ഓരോ വിഷയത്തിനും പാസ് മാർക്ക് നടപ്പാക്കണമെന്ന് കോൺക്ലേവ് ശുപാർശ ചെയ്തു. ഇത് റിപ്പോർട്ടായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെത്തി. ഇന്നത്തെ മന്ത്രിസഭാ യോഗം സബ്ജക്ട് മിനിമം മാർക്ക് നടപ്പാക്കാൻ തീരുമാനമെടുത്തു. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും പാസ് മാർക്ക് നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അടുത്ത അധ്യയന വർഷം ഈ വിദ്യാർത്ഥികൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ്സിലും വിജയിക്കാൻ പാസ് മാർക്ക് വേണം. 2026-27 അധ്യയന വർഷത്തിൽ ഈ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെത്തും. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാകാനും നിശ്ചിത മാർക്ക് നടപ്പാക്കും. 10ാം ക്ലാസ്സിൽ ഓരോ വിഷയവും വിജയിക്കാൻ 30% മാർക്ക് വേണമെന്ന ശുപാർശയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലുള്ളത്. നിലവിലെ നിരന്തര മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൽ അസൈൻമെന്റിനും പ്രോജക്റ്റിനും മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾ എഴുത്തു പരീക്ഷയിൽ പിന്നാക്കം പോകുന്നു. 10ാം ക്ലാസ്സിൽ അധികം പ്രയത്നിക്കാതെ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശോഭിക്കാനാകുന്നില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് സർക്കാരിന്റെ മനംമാറ്റം. അതിനാൽ നിരന്തര മൂല്യനിർണ്ണയത്തിൽ മെറിറ്റ് മാത്രം പരിഗണിക്കുന്നതിനായി പ്രത്യേക മാനദണ്ഡങ്ങൾ സർക്കാർ തയ്യാറാക്കും. പാസ് മാർക്ക് നടപ്പാക്കാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. 8ാം ക്ലാസ് മാത്രം പോരാ, 1ാം ക്ലാസ് മുതൽ ഓൾ പ്രൊമോഷൻ വന്നത് മുതലാണ് സത്യത്തിൽ ഈ ഗുണനിലവാരം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് 1ാം ക്ലാസ് മുതൽ മിനിമം മാർക്ക് നടപ്പിലാക്കണം. അത് വിദ്യാഭ്യാസ കോൺക്ലേവിൽ KPSTയെ അതിനെ സപ്പോർട്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞതാണ്. അതിനാൽ പരിഷ്കാരം നടപ്പാക്കാൻ സർക്കാരിന് മുന്നിൽ മറ്റ് പ്രതിസന്ധികളില്ല. ഇപ്പോഴത്തെ നിരന്തര മൂല്യനിർണ്ണയം വരും മുൻപ് 10ാം ക്ലാസ് വിജയിക്കാൻ 210 മാർക്ക് നേടേണ്ടതുണ്ടായിരുന്നു. നിശ്ചിത മാർക്ക് മോഡറേഷന് നൽകിയിരുന്നു. എന്നാൽ എല്ലാ വിഷയത്തിനും 30% മാർക്ക് വീതം നേടണമെന്ന പുതിയ പരിഷ്കാരം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ ലക്ഷ്യം വച്ചാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരോടാണ്, ഇത്തവണ മുതൽ നന്നായി പഠിച്ച് പരീക്ഷാ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല. മാർക്ക് വാരിക്കോരി കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ തോറ്റുപോകും. പിന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുഞ്ഞനുജന്മാരോടാണ്, നന്നായി പഠിച്ചില്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ പാടുപെടും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.